മരണമില്ലാത്ത ആലിൻ മലയാളികളുടെ മനസ്സിലെ നിത്യപ്രകാശമായി ജീവിക്കുന്നു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാന്റെ പ്രത്യേക ആദരവിനായി പത്മഭൂഷൺ ഭരത് മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്നു മലയാളികളുടെ പൊന്നോമനയായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിനെ. പൊന്നോമന വിയോഗത്തിന്റെ തീരാവേദനയിലും ആലിന്റെ ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ അരുൺ എബ്രഹാമിന്റെയും ഷെറിന്റെയും ഉന്നതമായ മനസാന്നിധ്യം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകുന്നതല്ല. ആലിനു വേണ്ടി കൈരളി ചെയർമാന്റെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി അരുൺ എബ്രഹാമിനെയും ഷെറിൻ ആൻഡ് ജോണിനെയും ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും കീർത്തിപത്രവും സമ്മാനിക്കുന്നത് ജോൺ ബ്രിട്ടാസ് ട്രെൻഡി. അരുണും ഷെറിനും എന്താണ് പറയാനുള്ളത് കേൾക്കാം. എവർക്കും നമസ്കാരം. വളരെ എന്ത് പറയണമെന്നറിയില്ല. ഏതായാലും ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ 10 മാസം മാത്രം പ്രായമായിരുന്ന ഞങ്ങളുടെ ആലിൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായി. ആ നിയോഗത്തിൽ ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണീരാണെങ്കിലും സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം പലരിലൂടെ ഞങ്ങൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവ് കൂടിയാണ് ഞങ്ങളുടെ ഒരു ദ്രിയ എന്ന് പറയുന്നൊരു കുട്ടി, ആ കരൾ സ്വീകരിച്ച കുട്ടിയെയും പോയി കണ്ടിരുന്നു. കൂടാതെ ശ്രേയ എന്ന് പറഞ്ഞ് കിഡ്നി സ്വീകരിച്ച കുട്ടി. അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. മമ്മൂക്കയോടൊപ്പം മമ്മൂക്ക തന്ന ഈ അവാർഡ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവാർഡുകൾ വാങ്ങുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷേ കേസോട്ടോയുടെ ഭാഗമായി അവിടുത്തെ ഭാരവാഹികൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ അവാർഡുകൾ കിട്ടുന്നത്, ആദരവുകൾ, കുഞ്ഞിൻ്റെ പേരിൽ കിട്ടുന്ന ആദരവുകൾ ഏറ്റുവാങ്ങണമെന്ന്. കാരണം അവയവദാനം എന്ന മഹത്തായ കർത്തവ്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ അവരെ സഹായിക്കണം എന്ന്. ഞങ്ങളിത് പ്രശസ്തിയോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതൊന്നും ചെയ്തത്. വളരെ യാദൃശ്ചികമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളുടെ ഭാഗമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എങ്കിലും എല്ലാവരോടും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത കൈരളി ടിവിയോടും മമ്മൂക്കയോടും ഈ വേദിയിലായിരിക്കുന്ന സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.